വിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മാത്രമല്ല ശഅബാനിൻ്റെ അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ ജീവിതകാലം മുഴുവനും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പ്രത്യേകിച്ച് വുദു ഇല്ലാത്ത ആളുകൾക്ക് ഹറാമാകുന്ന 4 കാര്യങ്ങളുണ്ട്. വുദു ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതായത് ഇത് ചെയ്യണമെങ്കിൽ വുദു വേണം, നിർബന്ധമാണ്. അപ്പോൾ വുദു ഇല്ലാത്ത ആളുകൾക്ക് ഹറാമാകുന്ന 4 കാര്യങ്ങൾ ഏതാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ വുദുവിന് ശേഷം, അതാണാവട്ടെ പെണ്ണാവട്ടെ, ഇനി പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ ഒരു ചെറിയൊരു ഇസ്മ, അള്ളാഹിൻ്റെ ചെറിയൊരു പേര്, ആ പേര് പറഞ്ഞ് മുഖത്തവൻ തടവിയാൽ, അവൻ്റെ 2 കൈകൾ കൊണ്ട് മുഖത്തവൻ തടവിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അവൻ്റെ മുഖത്ത് ഈമാനികമായ പ്രകാശമുണ്ടാകുമെന്നാണ്, ഈമാനികമായ പ്രഭയുണ്ടാകും. ഏതാണ് ആ ഇസ്മ എന്നുകൂടി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാം. മിക്ക സഹോദരിമാരും ഉമ്മമാരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഉസ്താദേ ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഞങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്ത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷേ ഈ വുദു എടുക്കൽ പറ്റുമോ? അതായത് മെൻസസ് ഉള്ള ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് വുദു എടുക്കാൻ പറ്റുമോ? വുദു എടുക്കൽ അനുവദനീയമാണോ, അതോ ഇനി ഹറാമാണോ, കറാഹത്താണോ, സുന്നത്താണോ, എന്താണ് അതിൻ്റെ വിധി, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചില ഉമ്മമാർ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം കൃത്യമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു പെണ്ണ് അവൾ മെൻസസ് ഉള്ള സമയത്ത് ഇനി പറയാൻ പോകുന്ന ഒരു ചെറിയ ദിക്ർ, ഒരു കുഞ്ഞു ദിക്ർ പറഞ്ഞാൽ അവൾക്ക് കിട്ടുന്നത് 70 കൊട്ടാരം സ്വർഗത്തിലുണ്ടാകും. 70 പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അതുപോലെ തന്നെ 70 ദറജ പദവികൾ അള്ളാഹു ഉയർത്തുന്നതാണ്. അത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള സ്പെഷ്യലായ ഓഫറാണ്. ഇൻഷാ അള്ളാഹ് അതേതാണ് ആ ദിക്ർ എന്നും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് അള്ളാഹുവിന് പൊരുത്തമുള്ള നല്ലൊരു ജീവിതം അള്ളാഹു പ്രദാനിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. എല്ലാം കരുണാവാരിധിയായ റബ്ബ് അവൻ്റെ റഹ്മത്ത് കൊണ്ട് മാറ്റിത്തന്ന് എല്ലാവിധ സുഖവും സന്തോഷവും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 3ാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്. മാത്രമല്ല ഇന്ന് ശഅബാൻ മാസത്തിൻ്റെ 2ാമത്തെ 10ലെ അവസാനത്തെ രാവ് കൂടിയാണ്. ശഅബാൻ മാസത്തിൻ്റെ 3ാമത്തെ 10 നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏകദേശം 2 മാസത്തോളം ദുആ ചെയ്തു, വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് എത്തിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്ത ആ റമളാൻ ഇതാ അതിഥിയായി നമ്മളിലേക്ക് വരികയാണ്. അല്ലാഹു തആല നമ്മൾ റജബിൽ ചെയ്ത അമലുകൾ, ശഅബാനിൽ ഇതുവരെ ചെയ്ത അമലുകൾ, ഇനി ശഅബാനിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യാനുള്ള അമലുകൾ, പരിശുദ്ധമായ റമളാനിൽ ചെയ്യാൻ ഒരുക്കി വെച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളൊക്കെ വുദു എടുക്കുന്നവരാണ്. വുദു എടുത്തിട്ടാണ് നമ്മൾ നിസ്കരിക്കാറുള്ളത്. വിശുദ്ധമായ ഖുർആൻ തൊടുന്നതൊക്കെ വുദു എടുത്തിട്ടാണ്. ഈ വുദു എടുത്താൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിനെപ്പറ്റിയല്ല പറയുന്നത്, എന്നാലും സാന്ദർഭികമായിട്ടൊന്ന് പറയട്ടെ. ഒരു മനുഷ്യൻ വുദു നിത്യമാക്കി കഴിഞ്ഞാൽ അവനിക്ക് ഒരുപാട് നേട്ടമാണ്. അള്ളാഹുവിൻ്റെ വലിയ ആപത്തുകൾ, വലിയ മുസീബത്തുകളെ തൊട്ട് തടയാനുള്ള ഏറ്റവും വലിയ പരിചയമാണ് വുദു എന്നുള്ളത്. നിത്യമായി വുദു ഉള്ള ആളുകൾക്ക് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന വലിയ പ്രതിഫലത്തിൽപ്പെട്ടതാണ് മലക്കുകളുടെ കാവലുണ്ടാകുമെന്നാണ്. അവരെവിടെ പോയാലും മലക്കുകളുടെ കാവലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ യാത്ര പോകുന്നതിന് മുമ്പ് വുദു ഉള്ളവരായിരിക്കണം. കാരണം ആ യാത്രയിലെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, മശക്കത്തുകൾ, ബുദ്ധിമുട്ടുകൾ മാറാൻ ആ വുദു നിങ്ങളെ സഹായിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതായത് നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ് വുദു എടുക്കുക. പിന്നെ യാത്രയുടെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മൾ മൂത്രമൊഴിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ വന്ന് തൊട്ടാൽ, അന്യ സ്ത്രീകളോ എന്തെങ്കിലുമൊക്കെ തൊട്ടാൽ ചിലപ്പോൾ വുദു മുറിയും. അങ്ങനെ വുദു മുറിഞ്ഞോട്ടെ, പക്ഷേ നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ് വുദു ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പും നമ്മൾ വുദു ഉള്ളവരായിരിക്കണം. അതൊക്കെ വലിയ നേട്ടമാണ്.
മലക്കുകൾ മുസാഫഹത്ത് ചെയ്യും, കൈ കൊടുക്കുമെന്നാണ്. നമ്മൾ അറിയില്ല, നമുക്ക് കൈ തരുന്നുണ്ട് മലക്കുകൾ എപ്പോൾ നമ്മൾ വുദു ഉള്ളവരാകുന്ന സമയത്ത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ വുദു എടുക്കുന്ന സമയം നമ്മൾ പറഞ്ഞു, വുദു എടുക്കുന്ന നിസ്കാരത്തിന് വേണ്ടി വുദു എടുക്കുന്നുണ്ട്, ഖുർആൻ ഓതാൻ വേണ്ടി, മറ്റ് നമ്മളിപ്പോൾ നിക്കാഹിന് പോകുന്ന ആളുകൾ, പുതിയാപ്പിളയാവട്ടെ പുതുപ്പെണ്ണാവട്ടെ, അല്ലെങ്കിൽ വരൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്ന വലിയുണ്ടാകും പെണ്ണിൻ്റെ വാപ്പ, അവർക്കൊക്കെ ആ സമയത്ത് വുദു ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. അങ്ങനെ വുദു എടുക്കൽ സുന്നത്തായ ഒരുപാട് സമയങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. ഇനി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വുദു ഇല്ലാത്ത ആളുകൾ ചെയ്യൽ ഹറാമായ, അവർക്ക് ഹറാമാണ്, ചെയ്യാൻ പാടില്ല 4 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കരിക്കുന്ന സമയത്ത് വുദു വേണം. എത്രയോ ആളുകളാണെന്നറിയോ, വുദു ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ആ വുദു ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ അങ്ങോട്ട് പോയി നിസ്കരിക്കും. അവർക്കറിയാം, അവർക്ക് ഉറപ്പുണ്ട് വുദു ഇല്ലാന്ന്, പക്ഷേ വുദു എടുക്കാൻ മടിയാണ്. കാരണം വുദു എടുത്താൽ ഇനി ആ മേക്കപ്പൊക്കെ ചെയ്തത് പോകും. വുദു എടുത്താൽ എന്താണ്, നമ്മൾ പുതിയ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, ആ ഡ്രസ്സൊക്കെ നനയും. അങ്ങനെയുള്ളത് കൊണ്ട് എന്താ, അവർക്ക് വുദു എടുക്കാൻ മടിയാണ്. വുദു ഇല്ലാതെ നിസ്കരിക്കാൻ പാടില്ല, അത് ഹറാമാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ആ നിസ്കരിച്ചതിന് കുറ്റമാണ് കിട്ടുക, അല്ലാതെ പ്രതിഫലം കിട്ടില്ല. രണ്ടാമത്തേത് വിശുദ്ധമായ ഖുർആൻ തൊടുക എന്നുള്ളതാണ്. ഖുർആൻ തൊടണമെങ്കിൽ, ഖുർആൻ എടുക്കണമെങ്കിൽ എന്ത് വേണം? വുദു വേണം. അത് നിർബന്ധമാണ് ശാഫിഈ മദ്ഹബ് പ്രകാരം. ശ്രദ്ധിക്കണേ, ചില ആളുകൾ ഖുർആൻ ഓതിയിട്ട് വെക്കുന്നത് ഫ്രിഡ്ജിൻ്റെ മേളിലാണ്. ഫ്രിഡ്ജിൻ്റെ മേളിലല്ല ഖുർആൻ വെക്കേണ്ടത്. ഖുർആൻ വെക്കാൻ സെപ്പറേറ്റ് ഒരു ഷെൽഫോ ഒരു അലമാരയോ നമുക്ക് വേണം, ഒരു തട്ട് എന്തെങ്കിലും വേണം. ചിലപ്പോൾ ചില ആളുകൾ ഖുർആൻ വെക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ വെക്കും, ചില ആളുകൾ സോഫയുടെ പുറത്ത് വെക്കും. ഓരോ വീടുകളിൽ പോയാൽ കാണാം വിശുദ്ധമായ ഖുർആൻ ഏതൊക്കെ കോലത്തിലായിരിക്കണമെന്ന്. ചില ആളുകൾ മുസല്ലയിൽ വെച്ചിട്ട് പോകും, വലിയ തെറ്റാണ്. അതായത് തറയിൽ അവരുടെ മുസല്ല, ആ മുസല്ലയുടെ മുകളിൽ അവരുടെ നിസ്കാര കുപ്പായം, അതിൻ്റെ മുകളിൽ ഖുർആൻ വെക്കുന്ന ആളുകളുണ്ട്. പാടില്ല. ഒരിക്കലും നമ്മുടെ അരക്ക് താഴേക്കുള്ള ഭാഗത്തേക്ക് ഖുർആൻ വെക്കുക. നമ്മൾ ഖുർആൻ എടുക്കുന്ന സമയത്ത് തന്നെ തൂക്കി പിടിക്കാൻ പാടില്ല, നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്നാണ്. അപ്പോൾ ഈ വിശുദ്ധമായ ഖുർആൻ തൊടണമെങ്കിൽ, എടുക്കണമെങ്കിൽ എന്ത് വേണം? വുദു വേണം. ഖുർആൻ ഓതാൻ നമുക്ക് വുദു വേണ്ട, പക്ഷെ ഖുർആൻ എടുക്കാനോ തൊടാനോ നമുക്ക് എന്ത് വേണം? വുദു വേണം. ചില ആളുകളുണ്ട്, ഖുർആൻ ഇരിക്കുകയാണെങ്കിൽ അല്ലോ വുദു ഇല്ലല്ലോ, എന്ത് ചെയ്യും? നമ്മുടെ ചെറിയ മക്കൾ വിളിക്കും, കുഞ്ഞു മക്കൾ, എടാ മോനെ ഇതെടുത്തൊന്ന് അവിടെ വെച്ചേടാ എന്ന് പറയാറുണ്ട്. ഈ ചെറിയ കുട്ടികൾക്ക് ഖുർആൻ എടുക്കാം. അതെന്തിനാണ്? അവരുടെ പഠന ആവശ്യങ്ങൾക്കാണ് ഖുർആൻ അവർക്ക് വുദു ഇല്ലാതെ എടുക്കാൻ പറ്റുക. അല്ലാതെ ഉമ്മാടെ വാക്കിട്ടിട്ട് മോനെ അതെടുത്ത് അങ്ങോട്ട് വെക്കാൻ അവർക്കത് പറ്റില്ല. നമ്മളെന്ത് വുദു എടുത്തിട്ട് വേണം നമ്മളതെടുത്ത് മാറ്റാൻ. അത്രമാത്രം ശ്രേഷ്ഠതയാണ്, അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണിത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ഒരു തമാശയായിട്ട് കാണും, ഉണ്ടാവാൻ പാടില്ല. പിന്നെ ചില ആളുകൾ തുണി കൂട്ടിപ്പിടിക്കും. ഖുർആൻ എടുക്കുമ്പോൾ അല്ലോ വുദു ഇല്ലല്ലോ, എന്ത് ചെയ്യും? കുറച്ച് തുണി എടുത്തിട്ട് കൂട്ടിപ്പിടിക്കുന്ന ചില ആളുകൾ. ഒരു പത്രം അപ്പാടെ, അന്നത്തെ പത്രം മുഴുവൻ എടുത്ത് ഇങ്ങനെ വെച്ച് ചുരുട്ടി പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അതൊന്നും പാടില്ല. ഖുർആൻ എടുക്കണമെങ്കിൽ, തൊടണമെങ്കിൽ എന്ത് വേണം? അത് വുദു വേണം. മൂന്നാമത്തേത് സുജൂദ് ചെയ്യണമെങ്കിൽ വുദു വേണം. അല്ല ഉസ്താദേ, ഈ വുദു ഇല്ലാതെ നിസ്കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, നിസ്കാരത്തിലല്ലേ സുജൂദ് ഉള്ളത്, അപ്പോൾ പിന്നെ സുജൂദ് പാടില്ല എന്ന് സെപ്പറേറ്റ് പറയണോ? അതെ, സെപ്പറേറ്റ് പറയണം. കാരണം നമ്മൾ നിസ്കാരത്തിലല്ലാത്ത സമയത്തും സുജൂദ് ചെയ്യൽ നമുക്ക് സുന്നത്തായ, അല്ലെങ്കിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത അറിഞ്ഞു, നമുക്കൊരു കുട്ടി ജനിച്ചു, നമ്മൾ പരീക്ഷയിൽ ജയിച്ചു, നമുക്കൊരു ജോലി കിട്ടി, അങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ഒരു ശുക്റിൻ്റെ സുജൂദ്, നന്ദിയുടെ സുജൂദ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സജദയുടെ ആയത്തുകളുണ്ടല്ലോ, ഖുർആനിലെ സജദയുടെ ആയത്തുകൾ, അതായത് ആ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അത് ഓതിയാൾക്ക് മാത്രമല്ല, ആ ആയത്ത് ഓതുന്നത് കേൾക്കുന്നവർക്കും എന്താണ്? ആ ആയത്ത് കേൾത്താൽ എന്ത്? സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ നിസ്കാരത്തിലല്ലാതെ ചില സന്ദർഭങ്ങളിൽ എന്താണ്? സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ശുക്റിൻ്റെ സുജൂദ്, സജദയുടെ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ്, അത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുജൂദ് ചെയ്യുക. ഈ സമയത്തൊക്കെ വുദൂ വേണം. ചില നമ്മൾ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിയൊക്കെ എന്താ മുസ്ലിം രാജ്യങ്ങളിൽ ഉള്ള ചില ആളുകൾ അവരൊക്കെ ഇങ്ങനെ 6 അടിച്ചു, ചിലപ്പോൾ കളി ജയിച്ചു, അപ്പോൾ എന്ത്? അപ്പം തന്നെ പോയി ഗ്രൗണ്ടിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. അള്ളാഹ്ക്കറിയാം വുദൂ ഉണ്ടോയെന്ന്. വുദൂ ഇല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. വുദൂ ഇല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വുദൂ വേണം നമുക്ക് സുജൂദ് ചെയ്യാൻ. പിന്നെ നാലാമത്തേത് ത്വവാഫ് ചെയ്യാൻ വുദൂ വേണം. നമ്മൾ കഅബയെ ത്വവാഫ് ചെയ്യൂലേ, ആ സമയത്ത് നമുക്ക് എന്ത് വേണം? വുദൂ വേണം. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ വുദൂ ഇല്ലാതെ നമുക്ക് നിസ്കാരം പാടില്ല, എന്താണ്? ഖുർആൻ തൊടാൻ പാടില്ല, സുജൂദ് പാടില്ല, ത്വവാഫ് പാടില്ല. വുദൂ ഇല്ലാതെ ഈ 4 കാര്യം ചെയ്യൽ ഹറാമാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം കേട്ടോ. പിന്നെ പല ഉമ്മമാർക്കും ഉള്ള ഒരു സംശയമാണ്, ഉസ്താദെ ഞങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ലെന്നറിയാം,
മെൻസസ് ഉള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല, ഒക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ വുളു എടുക്കാമോ? മെൻസസ് ഉള്ള സമയത്ത്, നിസ്കാരമില്ലാത്ത സമയത്ത് എന്ത് ചെയ്യാമോ, വുളു എടുക്കാമോ എന്ന് 2-3 ഉമ്മമാർ ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ സമയത്ത് വുളു എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ വുളു എടുക്കുന്നത് എന്തിനാ? ഒന്ന്, നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഖുർആൻ ഓതാനൊക്കെ വേണ്ടിയാണ് നമ്മൾ സാധാരണ വുളു എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ മെൻസസ് ഉള്ള സമയത്ത് വുളു എടുത്താലും നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വുളു എടുക്കണ്ട. ചില ഉമ്മമാർ പറയും, ഉസ്താദ് ഞങ്ങൾ ഈ ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് വുളുവോടുകൂടിയാണ് കിടക്കാറുള്ളത്, അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് വുളു എടുക്കാമോ? നിങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്ത് നിങ്ങൾ ഉറങ്ങാനും കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വുളു എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി, പടച്ചോനെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വുളു എടുക്കാൻ, പക്ഷേ ഈ സമയത്ത് വുളു എടുക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി അങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വുളു എടുത്ത പ്രതിഫലം അള്ളാഹു തരുന്നതാണ്. വുളു എടുക്കാതെ വുളു എടുത്ത പ്രതിഫലം കിട്ടും. മനസ്സിലൊന്ന് നീയത്ത് കൊണ്ടുവരണം, റബ്ബേ ഈ സമയത്ത് നിസ്കാരമില്ലാത്ത സമയമാണ്, എനിക്ക് വുളു എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റൂല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ വുളു എടുക്കാതെ കിടക്കാം. ആ വുളു എടുക്കാതെ കിടന്നാൽ ആ വുളു എടുത്ത പ്രതിഫലം അള്ളാഹു തരുന്നതാണ്. പിന്നെ എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്തൊക്കെ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ ചൊല്ലുന്നതാണ്. മെൻസസ് ഉള്ള സമയത്ത്, നിസ്കാരമില്ലാത്ത സമയത്ത് ഒരു ദിക്ർ നിങ്ങൾ പറഞ്ഞാൽ, ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രതിഫലമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ ഈ മെൻസസിൻ്റെ സമയത്തൊക്കെ അവർ പറയുന്ന ഒരു ദിക്റുണ്ട്. ഏതാണ് ദിക്ർ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. എന്താണ്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ സമയത്തും അല്ലാഹുവേ നിനക്കാകുന്നു സർവ്വസ്തുതികളും, നിനക്കാകുന്നു എല്ലാവിധത്തുള്ള നന്ദിയും. അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്, അല്ലാഹുവേ ഞാൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെ തൊട്ടും ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. ഒരു പെണ്ണ് മെൻസസ് ഉള്ള സമയത്ത് ഈ പറഞ്ഞ ഒരു ദിക്ർ 70 പ്രാവശ്യം പറഞ്ഞാൽ അവൾക്ക് കിട്ടുന്ന പ്രതിഫലം 70 തെറ്റുകൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. 70 കൊട്ടാരങ്ങൾ അവൾക്ക് സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്നതാണ്. 70 പദവികൾ അല്ലാഹു ആ പെണ്ണിന് ഉയർത്തി കൊടുക്കുന്നതാണ്. 70 നന്മകൾ അല്ലാഹു തആല പെണ്ണിന് കൊടുക്കുന്നതാണ്. ഏതാണ് ആ ദിക്ർ? നിസ്കാരമില്ലാത്ത സമയത്ത്, മെൻസസ് ഉള്ള സമയത്ത് പറയേണ്ട ദിക്ർ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഇത് മെൻസസ് ഉള്ള സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ പറയാം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇനി ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ വുളു എടുക്കുന്നവരാണല്ലോ, ഈ വുളു എടുത്തതിന് ശേഷം അള്ളാഹുവിൻ്റെ ഒരു ചെറിയൊരു ഇസ്മ, അള്ളാഹിൻ്റെ ഒരു പേര്, ആ പേര് നമ്മൾ പറഞ്ഞിട്ട് കൈ വെള്ളയിൽ ഊതുക, ശ്വി എന്ന് പറഞ്ഞ് ഊതിയിട്ട് നമ്മുടെ മുഖത്ത് തടവിയാൽ നമ്മുടെ മുഖത്ത് ഈമാനിൻ്റെ പ്രഭയുണ്ടാകും. മുഖം വെളുക്കും. വെളുക്കും എന്ന് പറഞ്ഞാൽ പൗഡർ ഇട്ട പോലെ ഇരിക്കും എന്നല്ല പറഞ്ഞത്, മുഖത്തൊരു ഈമാനിൻ്റെ പ്രഭയുണ്ടാകും. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ മുഖത്തെന്തൊരു ഈമാനാണ് ആ മനുഷ്യൻ്റെ, അല്ലേ? ആ പെണ്ണിൻ്റെ മുഖത്തെന്തൊരു ഈമാനാ, ആ ചെറുക്കൻ്റെ മുഖത്തെന്തൊരു ഈമാനാ, അല്ലെ ആ ഉസ്താദിൻ്റെ മുഖത്തെന്തൊരു ഈമാനാ, നമ്മളങ്ങനെ പറയാം. അതായത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ പറയുക, മുഖത്തൊരു അട്രാക്ഷൻ. ചിലപ്പോൾ ഈ ശരീരം തൊലി കറുത്തവരാണെങ്കിൽ പോലും ചില ആളുകളെ കാണാൻ മുഖത്തൊരു ഐശ്വര്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുണ്ടാവാൻ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് മുഖത്ത് നമ്മൾ ക്രീം തേക്കുന്നതിന് പകരം ഒരു ആത്മീയമായ ക്രീം പറഞ്ഞു തരാം. മുഖത്ത് നമ്മൾ തടവേണ്ട ആത്മീയമായ ഒരു ക്രീമാണ്, ഒരു മരുന്നാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട, അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ട 2 ഇസ്മുകൾ. ഏതാണ്? വുദൂവിന് ശേഷം നമ്മൾ ദുആ പറയുമല്ലോ, വുദൂവിൻ്റെ ശേഷമുള്ള ദുആ, അത് കഴിഞ്ഞിട്ട് യാ മുസവ്വിറു യാ നൂറു യാ അല്ലാഹ്. എങ്ങനെ? യാ മുസവ്വിറു യാ നൂറു യാ അല്ലാഹ്, യാ മുസവ്വിറു യാ നൂറു യാ അല്ലാഹ്, യാ മുസവ്വിറു യാ നൂറു യാ അല്ലാഹ് എന്ന് 7 പ്രാവശ്യം പറയുക. യാ മുസവ്വിറു യാ നൂറു യാ അല്ലാഹ്, യാ മുസവ്വിറു യാ നൂറു യാ അല്ലാഹ്, യാ മുസവ്വിറു യാ നൂറു യാ അല്ലാഹ്. 7 പ്രാവശ്യം പറയാൻ പറ്റില്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം, ഒന്ന് അതിലും സമയമില്ലെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും യാ മുസവ്വിറു യാ നൂറു യാ അല്ലാഹ് ഷ്ഫി എന്ന് പറഞ്ഞിട്ട് മുഖത്തിങ്ങനെ തടവുക. അങ്ങനെ നമ്മൾ ചെയ്തു നോക്കി, നിത്യമായി ചെയ്തു നോക്കിയേ നമ്മുടെ മുഖത്തൊരു പ്രകാശം, ഒരു വെട്ടം, ഒരു ഈമാനിക പ്രഭയുണ്ടാകുമെന്നാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ വുദൂഇൻ്റെ ചില ശ്രേഷ്ഠതകൾ പറഞ്ഞു. വുദു ഇല്ലാത്ത ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത, വുദു ഇല്ലാത്ത ആളുകൾക്ക് ഹറാമായ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ
ഈ മെൻസസ് ഉള്ള സമയത്ത് ഉമ്മമാർ ഒരു ദിക്ർ പറഞ്ഞാൽ അവർക്ക് ഒരുപാട് നേട്ടമുണ്ട് എന്ന് പറഞ്ഞ് ഏത് ദിക്റാണെന്ന് പറഞ്ഞു. പിന്നെയോ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് ഒരു മനുഷ്യൻ വുളു എടുത്തതിന് ശേഷം അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഈ ഒരു ഇസ്മു പറഞ്ഞിട്ട് മുഖത്ത് അവൻ തടവിയാൽ അവൻ്റെ മുഖത്ത് ഈമാനിക പ്രഭയുണ്ടാകും. 4 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ മറന്നു പോകരുത്. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ശഅബാനിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ അമലുകൾ സ്വീകരിക്കട്ടെ. അതുപോലെ ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി വരുന്ന പരിശുദ്ധമായ റമളാനിൻ്റെ പുണ്യമായ ദിനങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു തആല ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും അത് ചെറുതാവട്ടെ വലുതാവട്ടെ അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറച്ച് തമ്പുരാൻ അവൻ്റെ വലിയ മഗ്ഫിറത്ത് കൊണ്ട്, വലിയ മർഹമത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് അള്ളാഹു തആല എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ റിസ്ക്കിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ അള്ളാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. കുടുംബത്തിലെല്ലാം അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. വിശുദ്ധമായ ശഅബാൻ വിട പറയാൻ ഒരുങ്ങുന്നു. റമളാനൊക്കെ വരുന്നു. ഇപ്പോൾ ശഅബാനിൻ്റെ 3-ാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു. ശഅബാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള നോമ്പ്, മറ്റ് സൽക്കർമ്മങ്ങൾ, സ്വലാത്ത് എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ്. സ്വലാത്ത് അധികരിപ്പിക്കാൻ മറന്നു പോകണ്ട. സൂറത്തുൽ കഹഫ്, അതുപോലെ നേരത്തെ പള്ളിയിലേക്ക് പോവുക, മറ്റ് സൽക്കർമ്മങ്ങൾ മുഖരിതമാവുക. അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.